അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ചിട്ടോ മാഷർ വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ ഫ്രൈ ചെയ്ത സവാള ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പകുതി സവാള അല്ലേ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ഫ്രൈ ചെയ്ത സവാള ഉള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയെടുത്ത കോഴിമുട്ട ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയും ഇതാ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. എള്ളുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. കുഴച്ചെടുക്കുമ്പോൾ കാണില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം, പക്ഷെ കട്ടിയായിരിക്കണം. ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. ബാക്കി മാവ് മൂടി വയ്ക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മാവൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ബൗൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് വീണ്ടും ബാക്കി മാവിൽ പരത്തി ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് മടക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിയിരുന്നോളൂ.
വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടി അവിടെ ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ലൂസായി പോകാൻ പാടില്ല. നല്ല കട്ടിക്ക് തന്നെ ആയിരിക്കണം. അഥവാ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്ത് നല്ലതുപോലെ കുഴച്ചുരുട്ടി നല്ല കട്ടിക്ക് വേണം ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിംഗ് എല്ലാം എണ്ണയായിട്ടും ഇന്ന് മിക്സ് ആയി പോകും. കറക്റ്റ് രീതിയിൽ കിട്ടില്ല. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്